സ്വലാത്തു തുജ്ലിബുൽ അർസാഖ്, സ്വലാത്ത് റിസ്ഖിനെ ഒളിച്ചു കൊണ്ടുവരും. വതദ്ഫഉൽ മദറാത്തി, ലോകത്തെ പ്രയാസങ്ങളെ തടയുകയും ചെയ്യും. രോഗങ്ങളെ ശരിയാക്കുകയും ചെയ്യും. എന്ത്? അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ, ഹബീബായ നബിക്ക് സ്വലാത്തില്ല, ഹബീബായ നബിക്ക് സ്വലാത്തില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ദാരിദ്ര്യം മാറാൻ എന്താ ചെയ്യേണ്ടത്? സ്വലാത്തില്ല. രോഗം മാറാൻ എന്താ ചെയ്യേണ്ടത്? സ്വലാത്തില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഹിജ്റ 871 ജനിക്കുകയും ഹിജ്റ 928 വഫാത്താവുകയും ചെയ്ത മഹാനാണ് മഹാനായ മഖ്ദൂമുൽ കബീർ റളിയല്ലാഹു അൻഹു. അവരുടെ കാലത്ത് കോളറ പടർന്ന് പിടിച്ചു. അപ്പോൾ അവർ എന്ത് ചെയ്തു? മഖൂസ് മൗലൂദ് ഉണ്ടാക്കിയ നിസ്കാരശേഷം 33 സുബ്ഹാനല്ലാഹ് ദിക്ർ, 33 അൽഹംദുലില്ലാഹ് ദിക്ർ, 33 അല്ലാഹു അക്ബർ, 33 സുബ്ഹാനല്ലാഹ്. അതായത് കുറച്ച് സുബ്ഹാനല്ലാഹ്, കുറച്ച് അൽഹംദുലില്ലാഹ്, അങ്ങനെയല്ല. 33 പറ, 33 സുബ്ഹാനല്ലാഹ്. അത് 34 ആകരുത്, 32 ആകരുത്. വളരെ ശ്രദ്ധിക്കണം. അതൊക്കെ പറഞ്ഞത് മനസ്സിലായോ? 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ. പിന്നെ പൂർത്തീകരിക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ 100 പൂർത്തിയായി. 33 പ്ലസ് 1 എത്രയായി? 33 1 എത്രയായി? 100. ഊഫിറത്ത് ഖതായ, സകല ദോഷവും പുറത്തു കൊടുക്കും. സകല ദോഷവും അല്ലാഹു പുറത്തു കൊടുക്കും. സമുദ്രത്തിൽ ഒരേക്കാൾ ദോഷമുണ്ടെങ്കിലും മുഹമ്മദ് മുസ്തഫ. എവിടെയുണ്ട് മുസ്ലിമേ ഈ ഹദീസ്? ഇത് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമസ്കാരം കഴിഞ്ഞിട്ട് പറ, സമുദ്രത്തിലെ നൊരയുടെ അത്ര ഒരാൾക്ക് ദോഷം ഉണ്ടെങ്കിലും ചെറുദോഷമാണ് എന്നാണ് പ്രധാന അഭിപ്രായം. മനസ്സിലായോ പറഞ്ഞത്? കള്ളുടിച്ചതൊക്കെ തീരുന്നല്ല, ചെറുദോഷങ്ങളും നഷ്ടം പോലെ. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. മനസ്സിലായില്ലേ? അത്രയും എനിക്കറിയൂ, ബാക്കിയൊക്കെ അല്ലാഹു അഅലം. അതൊക്കെ അവിടെ പോയിട്ടുള്ള കാര്യമാണ്. അല്ലാഹു അഅലം. ഏതായാലും ചെറുദോഷങ്ങൾ പൊറുക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. നിസ്കാരം കഴിഞ്ഞിട്ട് 33. പക്ഷെ അവിടെ എന്ത് ചെയ്യണം? പറ, എന്ത്? എണ്ണം കൃത്യാക്കണം. ശ്രദ്ധിക്കാത്ത ഒരാൾക്ക് എണ്ണം കൃത്യാക്കാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്. മനസ്സിലായില്ലേ? ശ്രദ്ധിക്കാത്ത ഒരാൾക്ക് കൃത്യമാക്കാൻ കഴിയില്ല. 34 ഈ ഫضل നഷ്ടപ്പെടും. ഇപ്പൊ 2 പല്ല് കൊണ്ട് ഒരു ചാവി, അത് 3 പല്ലാക്കിയ വാതിലോർക്കും. മനസ്സിലായില്ലല്ലോ? ചാവി ചാവി ചാവി. നിങ്ങളെ വീട്ടിലൊന്നും ചാവി ഇല്ലേ മനുഷ്യന്മാരെ? നിങ്ങൾ എന്താ എന്നെ നോക്കി പിടിപ്പിക്കുന്നത്? ആ ഡോറിന്റെ ലോക്കല്ല, ചാവി തന്നെ, താക്കോലെന്നെ. മനസ്സിലായില്ല? ലോക്കഡ് ആയ വാതിലിന് എന്ത്? താക്കോല്. ചാവി. അതിന് 2 പല്ലുണ്ടാവും, ചിലതിന് 3 പല്ലുണ്ടാവും. 2 പല്ലുള്ള ചാവിയിൽ ഒരാൾ 3 പല്ലാക്കിയാൽ വാതിലുറക്കോ? മനസ്സിലായ പറഞ്ഞത്? 1 പല്ലായാലും തുറങ്ങൂല, 3 പല്ലായാലും തുറക്കൂല. അതെന്താ വേണം? 2 ആവണം. 3 പല്ലുള്ള ചാവി 4 ആക്കിയാൽ തുറക്കോ? ഇല്ല, 2 ആക്കിയാൽ തുറക്കൂല. ഒക്കെ പറഞ്ഞത് മനസ്സിലായോ? 34 ആകരുത്, 32 ആകരുത്. എവിടെ തന്നെ അവിടെ പ്രശ്നം. അത് 33 34 ആയ 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് നടക്കും. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. മനസ്സിലായില്ല? 33 34 ആയ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണം. അതാണ് അതിന്റെ പൂർത്തീകരണം. അസ്തഗ്ഫിറുല്ലാഹ് 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 അസ്തഗ്ഫിറുല്ലാഹ്. ഒരു അടത് കൂടിപ്പോയി. നിങ്ങൾ എൻ്റെ കൂടെ അല്ലേ? ഇത് നെയ്യേറിയ അപ്പം വിടക്കാവും, നാശാവും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? നെയ്യ് പാകത്തിനെ പറ്റൂ, ഇല്ലെങ്കിൽ അപ്പാവില്ല. ദിക്റിന് എന്തുണ്ട്? കൃത്യമായി എന്തുണ്ട്? അദദുണ്ട്. ഓരോന്നിനും അദദുണ്ട്. അദദില്ലാത്തതുണ്ട്, അദദില്ലാത്തതുണ്ട്. അദദുള്ളത് അദദ് തന്നെ ആവണം. ശ്രദ്ധിക്കുക. അപ്പൊ സൂക്ഷിക്കണം. അത് സൂക്ഷിച്ചാലേ നടക്കൂ. നേരെ മറിച്ച് തൊഴിലിന്റെ ദിക്ർ അതൊന്നുമല്ല. ആസുകല്ല് പിടിച്ചിട്ട് അതുകൊണ്ട് അരി പൊടിച്ച് അരിമാവാക്കി കുഴച്ച് കഷ്ടപ്പെട്ടു മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ ജൂതന്മാരെ തോട്ടത്തിലേക്ക് വെള്ളം വലിച്ച് കിണറുകളിൽ നിന്ന് വെള്ളം കോരി കൊടുത്ത്
അതിൽ നിന്ന് ഗോതമ്പ് വാങ്ങി, അതുകൊണ്ട് ഈത്തപ്പഴം വാങ്ങി കുടുംബജീവിതം കഴിച്ചിരുന്നു സയ്യിദുനാ അലി. അല്ലാഹുവേ അല്ലാഹുവേ ഒരു ദർജ ഏറ്റി കൊടുക്കണമേ അല്ലാ. അതൊന്നും പറയാൻ കഴിയൂല. എൻ്റെ ഒരു പഠിച്ചവനെ യാ റബ്ബേ, എൻ്റെ ഒരു ജീവിതമാണ് അവരുടെയൊക്കെ ജീവിതം പഠിച്ചവനെ അല്ലാ. അതൊന്നും പറയാൻ കഴിയില്ല അല്ലാഹുവേ. സയ്യിദുനാ അലി ബിൻ അബി ത്വാലിബ്, അങ്ങനെ അലി ബിൻ അബി ത്വാലിബ് ഇങ്ങനെ വെള്ളം വലിക്കും, ജൂതന്മാരെ തോട്ടത്തിലേക്ക് വെള്ളം നിറച്ചു കൊടുക്കും. എന്നിട്ട് അതിന്ന് കുറച്ച് ഗോതമ്പ് കിട്ടും. ആ ഗോതമ്പ് ഫാത്തിമ ബീവിക്ക് കൊണ്ടുപോയി കൊടുക്കും. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആസ് കല്ലിട്ട് തിരിച്ചിട്ട് കൈയൊക്കെ പൊട്ടി റളിയല്ലാഹു അൻഹാ. അലി ബിൻ അബി ത്വാലിബിന് നെഞ്ചുവേദന ഇളകി. നെഞ്ചുവേദന ഇളകി. മനസ്സിലായില്ല. ഇങ്ങനെ വെള്ളം വലിക്കിട്ട് തോട്ടം നനച്ചു കൊടുക്കുക. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു മകളും മരുമോനും ആരുടെ മുത്ത് റസൂൽ മുസ്തഫ തങ്ങളുടെ മകളാണ് ഫാത്തിമ ബീവി, മരുമോനാണ് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുമാ. അങ്ങനെ ഫസ്തകയാ ഇല നബിയിൽ മുസ്തഫ. ഒരു രാത്രി റസൂലുള്ളാഹിനോട് പോയി പറഞ്ഞു, നബിയെ ഇനി വയ്യ, ഞങ്ങൾക്കൊരു വേലക്കാരനെ വെച്ച് തരണ നബിയെ, ഞങ്ങളെ കയ്യിൽ വേലക്കാരുണ്ടാവുമല്ലോ, ഒന്ന് വെച്ച് തരും നബിയെ, വയ്യ. കൈ കാണിച്ചു കൊടുത്തു, വയ്യ വയ്യ. നെഞ്ചുവേദന ഇളകിയിട്ടുണ്ടെന്ന്, എനിക്ക് നെഞ്ചുവേദന ഇളകിയിട്ടുണ്ട്, ഞാൻ നെഞ്ചുവേദനയിൽ കുഴങ്ങിയിട്ടുണ്ട് എന്ന് സയ്യിദുനാ അലി. അപ്പോൾ ഹബീബ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു പരിഹാരം പറഞ്ഞുതരാം, അല്ലാതെ വേലക്കാരനെ വെച്ച് തരാൻ കഴിയില്ല. അവനാനെ പണിയെടുക്കുക, വേലക്കാരനെ വെച്ച് തരില്ല. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ രാത്രി വിരിപ്പിലേക്ക് പോയി ഇരുന്ന് കഴിഞ്ഞാൽ എന്ന് മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ലേ പറഞ്ഞത്? നിങ്ങൾ വിരിപ്പിലേക്ക് ഉറങ്ങാൻ വേണ്ടി വിരിപ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കൈ ഇങ്ങനെ പിടിച്ചിട്ട് 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബർ. അങ്ങനെയല്ല നിസ്കാര ശേഷം ദോഷം പൊറുക്കാനുള്ളത് 33 33 33 1. ഇത് 33 33 34. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ദോഷം പൊറുപ്പിക്കുന്നത് 33 33 33 1. ഏതാ 1? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്നാൽ കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് അനാരോഗ്യത്തിന് പരിഹാരമായി കയ്യിന് തഴമ്പ് പോവാനും പണിയെടുക്കാനുള്ള ആരോഗ്യത്തിനും ചൊല്ലേണ്ട രാത്രി തൊഴിൽ ചെയ്യുന്ന ആളുകൾ രാത്രി കാലത്ത് കിടന്നുറങ്ങുമ്പോൾ ചെയ്യേണ്ട ദിക്റാണത്. തൊഴിൽ ചെയ്യുന്നവർ രാത്രി കാലത്ത് ഈ ദിക്ർ ചെല്ലണം. എന്ത്? 33 സുബ്ഹാനല്ലാഹ്, പിന്നെ 33 അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബർ. ഖൈറുൻ ലക്കുമാ മിൻ ഖാദിം. ഒരു വേലക്കാരനെ കിട്ടുന്നതിനേക്കാൾ നല്ലത് ഇത് ചെയ്യലാണെന്ന് മുഹമ്മദ് മുസ്തഫ. അവിടെ ഈ പരിഹാരം ദിക്ർ തന്നെയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എവിടെയും ദിക്ർ പഠിച്ചോളൂ. ദിക്ർ അല്ലാത്ത പരിഹാരമില്ല. ദിക്ർ വേണം, ദിക്ർ വേണം. ദിക്ർ ഇല്ലാത്ത ഒരു സംഗതി നടക്കൂല. എന്തിനും ദിക്ർ വേണം, ദിക്ർ ഉണ്ടാവണം. അത് പിന്നെ അങ്ങോട്ട് വളരും. അതങ്ങോട്ട് ആത്മാർത്ഥമായി ചെയ്താൽ കൽബാണ് നന്നാവും. അല്ലാഹു നമുക്ക് നന്നാക്കി തരട്ടെ. അതങ്ങോട്ട് ഉഷാറാകും. അത് കൽബിന്റെ ഉള്ളിന്റെ വാതിൽ അങ്ങോട്ട് തുറന്നിട്ട് കൽബിന്റെ ഉള്ളിലേക്ക് അല്ലാഹു എന്ന ചിന്ത അങ്ങോട്ട് കേറ്റും. അപ്പോൾ പിന്നെ നന്നായി തീരും. എന്തിനും പരിഹാരം വെക്കണം, എന്തിനു പരിഹാരം വെക്കണം. ഒരാൾക്ക് റഹ്മത്ത് കമ്മിയുണ്ടെങ്കിൽ ദിവസം 100 തവണയെങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയാൽ മതിയാണ്. ലോകം മൂർച്ഛിച്ചാൽ ലോകത്തിന് പരിഹാരമായി 400 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ മതി. അത് ലോകത്തിന് പരിഹാരമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഓരോന്നും ദിക്റാണ്, ഓരോന്നും ദിക്റാണ്, പരിഹാരമാണ്. സ്വലാത്തിന്റെ കാര്യോട് പറയുകയും വേണ്ട. ദിക്റുകളിൽ പ്രധാനമായ ദിക്റാണ് അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ. അത് തുജ്ലിബുൽ അർസാഖ, റിസ്ഖിനെ വലിച്ചുകൊണ്ടുവരും. എവിടെയെങ്കിലുള്ള
റിസ്ക് സ്വലാത്ത് വലിച്ചുകൊണ്ട് വരും. സ്വലാത്ത് ചെല്ലുന്നവന് റിസ്ക് കിട്ടാതിരിക്കില്ല എന്ന് അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എവിടെയെങ്കിലും കിടക്കുന്ന റിസ്ക് ഇങ്ങോട്ട് വലിച്ചെത്തിക്കും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഒരു കട തുറന്നാൽ കടക്കാരൻ എന്ത് ചെയ്യണം? സ്വലാത്ത് ചെല്ലണം. 1000 സ്വലാത്ത് ചെല്ലണം ഒരു കടക്കാരൻ. ഒരു പീടിക തുറന്നിരിക്കുമ്പോൾ 1000 സ്വലാത്ത് ദിവസം ചെല്ലണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ അഹ്ലിൽ ബൈത്ത് സല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ അസ്ഹാബി സല്ലം. ഇങ്ങനെ നീ നീണ്ട സ്വലാത്തില്ല. അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമില وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم. الصلاة تجلب الأرزاق. صلاة رزقനെ വലിച്ചു കൊണ്ടുവരും. وتدفع المضرات. ലോകത്തെ പ്രയാസങ്ങളെ തടയുകയും ചെയ്യും. രോഗങ്ങളെ ശിഫയാക്കുകയും ചെയ്യും. എന്ത്? الصلاة على النبي المصطفى. ഹബീബായ നബിക്ക് സ്വലാത്ത് ഇല്ല. ഹബീബായ നബിക്ക് സ്വലാത്ത് ഇല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ദാരിദ്ര്യം മാറാൻ എന്താ ചെയ്യേണ്ടത്? സ്വലാത്തില്ല. രോഗം മാറാൻ എന്താ ചെയ്യേണ്ടത്? സ്വലാത്തില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഹിജ്റ 871 ജനിക്കുകയും ഹിജ്റ 928 വഫാത്താവുകയും ചെയ്ത മഹാനാണ് മഹാനായ മഖ്ദൂമുൽ കബീർ റളിയല്ലാഹു അൻഹു. അവരുടെ കാലത്ത് കോളറ പടർന്നു പിടിച്ചു. അപ്പോൾ അവർ എന്ത് ചെയ്തു? മഖൂസ് മൗലൂദ് ഉണ്ടാക്കിയ بل واشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشافع الأبطاحي والحبيب العربي أنت أمنا أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي السلام على الرسول الشافع الأبطاحي والحبيب العربي. ഞാൻ നീട്ടുന്നില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചിന്തിക്കണം. അതുകൊണ്ട് ദാക്കിറാകണം. ദിക്റിന്റെ പ്രത്യേകത വളരെ വലുതാണ്. അത് ഇങ്ങോട്ട് വളരും, ഇങ്ങോട്ടും വളരും. ഇങ്ങോട്ട് വന്നാൽ മുഖത്തിന് പ്രശാന്തി ഉണ്ടാകും. ദിക്ർ ചെല്ലിയാൽ പിന്നെ അവരെ കണ്ടാൽ ദിക്ർ ചെല്ലും, ദിക്റിലാകും. അല്ലദീന ഇദാ റൂഉ ദുക്റല്ലാഹ്, അവരെ കണ്ടാൽ അല്ലാഹുവിനെ ഓർമ്മ വരും. ദാക്കിർ യഥാർത്ഥ ദാക്കിറായാൽ ദാക്കിറിനെ കണ്ടാൽ അല്ലാഹുവിനെ ഓർമ്മ വരും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അവരെ കണ്ടാൽ പിന്നെ അല്ലാഹുവിനെ ഓർമ്മ വരും. എന്നിട്ടെന്നില്ല ചിന്തിക്കുക. യഥാർത്ഥ ദാക്കിറാണെങ്കിൽ ദാക്കിറിനെ കണ്ടാൽ അല്ലാഹുവിനെ ഓർമ്മ വരും. الذين إذا رؤوا ذكر الله അവരെ കണ്ടാൽ അല്ലാഹുവിനെ ഓർമ്മ വരും. യഥാർത്ഥ ദാക്കിറാണെങ്കിൽ അവരെ കണ്ടാൽ അല്ലാഹുവിനെ ഓർമ്മ വരും. അവരെ ഖൽബ് ജീവിക്കുകയും ചെയ്യും. ചില ആളുകളെ ഖൽബ് മരിച്ചിട്ടുണ്ടാവും. ദിക്ർ ചൊല്ലുന്നവന്റെ ഖൽബ് മരിക്കുകയില്ല. ഒരു കാലത്തും ദിക്ർ ചൊല്ലുന്നവന്റെ ഖൽബ് മരിക്കൂല. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. രണ്ടാമത്തെ ഘട്ടം, ഭൂമിക്കടിയിൽ പോലും അവർക്ക് ജീവൻ ഉണ്ടാകും. ജീവൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ ഉറക്കം അങ്ങനെ ഉറങ്ങും. ആ മുസാഹിബ് എന്ന ഒരാള് ഖബർ തുറന്നപ്പോൾ കണ്ടില്ലേ, അദ്ദേഹത്തിന് 13 കൊല്ലം കഴിഞ്ഞിട്ട് ഒന്നും പറ്റാത്തത്. ചിന്തിക്കും. അതിന് കുറച്ച് ആളുകൾ പറഞ്ഞു അത് ഭൂമിയുടെ പ്രത്യേകതയാണ്, ആളെ പ്രത്യേകതയല്ല. അതിന് മറുപടി പറഞ്ഞപ്പോൾ പിന്നെ മിണ്ടാട്ടൊന്നുമില്ല, പിന്നൊന്നും മിണ്ടാട്ടല്ല. പിന്നെ അടുത്ത പരിപാടിയിലേക്ക് നീങ്ങാണ് അവർ. ഞങ്ങൾക്ക് പറഞ്ഞത് തെറ്റായിപ്പോയി എന്നവരും അറിയില്ല. പിന്നെ അവർ അടുത്ത് എന്താണോ കുഴപ്പം, ആ കുഴപ്പം തേടി പോകും. അതാണ് അവരുടെ സ്വഭാവം. അങ്ങനെ കുറച്ച് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ.
പറഞ്ഞത് അമളിയായി പോയാൽ പിന്നെ മിണ്ടൂല, പിന്നെ അവർ അടുത്ത ഭാഗത്ത് വിഷയത്തിൽ പിടിച്ചു കൂടും. എന്നിട്ട് അതും അമളിയായാൽ പിന്നെ അവിടുന്ന് പോകും, അടുത്ത വിഷയത്തിൽ പറയും. എന്നാലും അവർ അംഗീകരിക്കൂല. എന്താണ് ഈ അംഗീകരിക്കൂല? 13 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു മനുഷ്യന്റെ ഖബർ തുറന്നപ്പോ ഡിവൈഎസ്പി തന്നെ വന്നിട്ട് പോലീസ് ഡിവൈഎസ്പിയും വന്ന് പരിശോധിച്ചു. മയ്യത്തിന് ഒരു കുഴപ്പമില്ല എന്ന് ബോധ്യപ്പെട്ടു. അവര് ഖബറിന്റെ സൈഡ് പൊളിച്ച് മാറ്റി കാല് പിടിച്ചു നോക്കി ഫോട്ടോ എടുത്ത് തിരിച്ചുപോയി. ഡിവൈഎസ്പി തന്നെ വന്നു, നേരിട്ട് ഹാജരായി. ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ ഒരു വിഷയം കിട്ടിയിട്ടുണ്ട്, എന്താ പ്രശ്നം, എന്താണ് നിങ്ങൾ തെറ്റായ വാർത്തയാണോ പ്രചരിപ്പിക്കുന്നത് എന്നറിയാനാണ്. ഒന്ന് നോക്കി, സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് വന്നു നോക്കി പോലീസ്. 13 കൊല്ലം കഴിഞ്ഞ് വന്നു നോക്കി, ഒന്നും പറ്റിയിട്ടില്ല. അങ്ങനെ പല നിലക്ക് സംഭവിക്കും. ചിലപ്പോൾ മുഹസിനായ ആളുകൾക്ക് അങ്ങനെ സംഭവിക്കും, ചിലപ്പോൾ നാക്കിലായ ആളുകൾക്ക് അങ്ങനെ സംഭവിക്കും. പുതിയാപ്പിളെ പോലെ ഉറങ്ങിക്കോന്ന് പറയപ്പെടും. അങ്ങനെ ഉറങ്ങും. നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ ഒന്നും പറ്റുകയില്ല. കാസർകോട്ട് ഖബർ തുറന്നിട്ട് ഖബറിന്റെ അടിയിൽ ആളുകൾ ഇറങ്ങിയിട്ട് കഫൻ ഇങ്ങനെ പിടിച്ചു നോക്കി, ഇങ്ങനെ പിടിച്ചു നോക്കി, ഇങ്ങനെ തന്നെ ഇങ്ങനെ പിടിച്ചു നോക്കി, എന്തെങ്കിലും കഫനും പറ്റിയിട്ടുണ്ട്. അപ്പോ ഒരു തുണി പിടികയെന്ന് അപ്പോൾ മുറിച്ചെടുത്തത് പോലെ ഉണ്ടായിരുന്നു എന്ന് കണ്ട അനുഭവ സാക്ഷ്യക്കാരിൽ നിന്ന് ബോധ്യപ്പെട്ടവർ എന്നോട് പറഞ്ഞു. ഇങ്ങനെ ഒന്നും പറ്റിയിട്ടില്ല, ഒന്നും പറ്റിയിട്ടില്ല. മല്ലായിട്ട് തന്നെ പോകും, ഒന്നുമില്ല, തുണി ഒന്നും പറ്റിയിട്ടില്ല. കൊല്ലം 13 കഴിഞ്ഞു. അതിനിടയിൽ എത്ര മഴ പെയ്തു. ഭൂമിക്കടിയിൽ ചതൽപുറ്റുകളില്ലേ, ചതൽപുറ്റിനെ തൊട്ടില്ലല്ലോ. പറഞ്ഞത് മനസ്സിലായില്ലേ? എല്ലാവരും ചെതൽ തിന്നുകയില്ല, എല്ലാ ശരീരത്തിലും ചെതൽ തൊടുകയില്ല, എല്ലാ ശരീരത്തിലും ഭൂമി തൊടുകയില്ല. ഭൂമിക്ക് ചിലരെ പേടിയാവും, പേടിയാവും. ചില ദാക്കിര്യങ്ങള്, ചില മഹ്സിനീങ്ങള്, അല്ലാഹു അതിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ചിലർ ഓരോ കദമും അല്ലാ 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 എന്ന് പറയും. മഹാനായ CM വലിയുള്ളാന്റെ റൂമിലേക്ക് അവര് മൂപ്പന്റെ വീട്ടിൽ താമസിക്കുന്ന സന്ദർഭത്തിൽ ഒരു സയ്യിദ് എന്നോട് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാന് CMന്റെ മുറിയിലേക്ക് കയറി ചെന്നു. CM എന്നെ കണ്ടപ്പോൾ, സയ്യിദാണ്, ഒരു സയ്യിദ് പറയാ, എന്നോട് പറയാ, നേരിട്ട് പറഞ്ഞത്. അതൊക്കെ ഞാൻ ഹാജരാക്കും, ആവശ്യക്കാർ പറഞ്ഞാൽ ഹാജരാക്കും. സയ്യിദ് CMന്റെ റൂമിലേക്ക് അവിടെ മൂപ്പന്റെ വീട്ടിലാവുമ്പോ കയറി ചെന്നു. അപ്പൊ CM എണീറ്റുകൊണ്ട് ഈ സയ്യിദിനെ കെട്ടിപ്പിടിച്ചു. അപ്പൊ ഈ സയ്യിദ് എന്നോട് പറയാണ്, അല്ലാഹ് 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 എന്ന ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. മുറിയിലാകട്ടെ വേറൊരാളും ഇല്ലതാണും. എനിക്ക് മനസ്സിലായില്ല ആരപ്പ ഈ ദിക്ർ ചൊല്ലുന്നത്. CM എന്നോട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഞാൻ CMന്റെ നെഞ്ചത്ത് കടന്നു. മുറിയിൽ വേറെ ആളുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ദിക്ർ വരുന്നത്. മനസ്സിലായില്ല. വായ കൊണ്ട് സംസാരിക്കുമ്പോൾ ഖൽബ് ദിക്റില്ല. ആരുടെ CMന് അല്ലാഹു ഒരു ദറജേറ്റി കൊടുക്കട്ടെ. മനസ്സ് തുറക്കട്ടെ. അങ്ങനെ ആൺകുട്ടികൾ ലോകത്ത് അപൂർവമായിട്ടുണ്ടാവുള്ളൂ. അല്ലാഹു ഒരു ദറജേറ്റി കൊടുക്കട്ടെ. അല്ലാഹു അവർ ദറജേറ്റി കൊടുക്കട്ടെ. അല്ലാഹു ഒരു ദറജേറ്റി കൊടുക്കട്ടെ. ദാക്കിർ ഒന്നും പറ്റൂല. ദാക്കിർ ചുണ്ട് മിണ്ടില്ലെങ്കിൽ ഖൽബ് മിണ്ടും. മനസ്സിലായില്ല? ദാക്കിറിന്റെ ചുണ്ട് മിണ്ടൂല. ചില വലിയ മഹാന്മാരെടുത്ത് ചെന്നുമ്പോൾ മിണ്ടാതിരിക്കാവൂല. ദിക്റങ്ങ് നടക്കണ്ടാവും. ഖൽബിന് പണിയുണ്ടോ? ഇന്നലഹു ഖൽബൻ ഇദാ നാമത്തിൽ ഐനാനി ലം യനമി. കണ്ണുറങ്ങിയാലും ഖൽബ് ഉറങ്ങുകയില്ല. കണ്ണുറങ്ങിയാൽ ഖൽബ് ഉറങ്ങാത്ത അവസ്ഥ ഉണ്ട്. ഖൽബുറങ്ങൂല. ഖൽബ് ഇങ്ങനെ അല്ലാഹ് 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 അല്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഉറക്കപ്പറ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ദിക്റിലേക്ക് പോയാൽ ദിക്റിന് 2 അവസ്ഥ ഉണ്ട്. ദിക്ർ മുകളിലേക്ക് വരികയും, മുകളിലേക്ക് വരുമ്പോൾ മുഖത്തിന് ഭയങ്കര ചന്തം ഉണ്ടാവും. അടിയിലേക്ക് വരുമ്പോൾ ഖൽബിന് നല്ല പ്രകാശം ഉണ്ടാവും. അപ്പം ഉള്ളിലും നന്നാവും, പുറത്തും നന്നാവും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നീട്ടുന്നില്ല, അവസാനിപ്പിക്കുക. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവണില്ലേ? ദിക്ർ കൃത്യമായാൽ മുഖത്തേക്ക് വളരും. എങ്ങനെയാ? മുഖത്തിന് വല്ലാത്തൊരു ബഹ്ജത്ത് സുറൂറുണ്ടോ. അല്ലദീന ഇദാ റൂദുകിറല്ലാഹ്, അവരെ കണ്ടാൽ അല്ലാഹുവിന്റെ ആളാണെന്ന് ആരും പറയും. അവർ അല്ലാഹുവിന്റെ ആളാണ്. ചിന്തിക്കുക. താഴേക്ക് വളരൽ എങ്ങനെയാണ്? താഴേക്ക് വളരൽ ഹയാത്തുൽ ഖൽബി,
ഹൃദയത്തിന്റെ ഹൃദയത്തിന് ജീവൻ ഉണ്ടാകും. ഹൃദയത്തിന് ജീവൻ ഉണ്ടാകും. അത് ഹയ്യായിരിക്കും. ഹൃദയം ഹയ്യായിരിക്കും. ചില ഹൃദയം മരിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഹൃദയങ്ങൾ മരിച്ചു പോകും. മനുഷ്യൻ മരിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അവന്റെ ഹൃദയം മരിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ മനുഷ്യൻ മരിക്കും, പക്ഷേ ഹൃദയം മരിക്കുകയില്ല. അങ്ങനെയുണ്ടാവും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാണ്. ഇത് ദിക്റിന്റെ 100ാം വാർഷികമാണ്. 100 അദദാണ്. അതിന്മേൽ നിങ്ങൾ കൂടണം. ഈ റാത്തീബിന് മാസത്തിലല്ലേ റാത്തീബ്? എത്ര ആളുണ്ടാവും? അതുപോരാ, അത് ചോദിക്കാൻ തന്നെ ഞാൻ ഇത് കൊണ്ടുവന്നത്. ഒരു 100 കൊല്ലം നിലനിന്ന ഒരു റാത്തീബിൽ പങ്കെടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഗുണമുണ്ടാവും. ഭയങ്കര ഗുണമുണ്ടാവും. 100 കൊല്ലമൊക്കെ നിലനിന്നിട്ടില്ലേ? 100 കൊല്ലം നിലനിന്നിട്ടില്ലേ? 100 കൊല്ലം നിലനിന്ന ഒരു റാത്തീബ് എന്ന് പറഞ്ഞു. എന്താണ് ഇതിന്റെ ഫളില്? അതിന്റെ പിന്നിൽ എത്ര മലക്കുകൾ ഉണ്ടാവും? അതിന്റെ പിന്നിൽ എത്ര സാലിഹീങ്ങളായ ജിന്നുകൾ ഉണ്ടാവും? നിങ്ങൾ കാണാത്തവരുണ്ടാവും. നിങ്ങൾ ഏതാ ദിവസം? 11ാം രാവ്. എല്ലാ അറബി മാസം 11ാം രാവ്. മഴയാണെങ്കിലും വെയിലാണെങ്കിലും 11ാം രാവിന് തലേ വെള്ളിയാഴ്ച ഉസ്താദ് പറയുകയും ചെയ്യും. നിങ്ങൾ അത് പ്രഖ്യാപിച്ച 11ാം രാവിന് ഇവിടെ സിദ്ധമായി വരുന്ന സാലിഹീങ്ങളായ ജിന്നുകളുണ്ടാവും, മലക്കുകളുണ്ടാവും. ആ മജ്‌ലിസിൽ ഇരുന്നെടുത്താൽ മതിയോ? ആ മജ്‌ലിസിൽ നിന്ന് ഇരുന്നാൽ മതിയോ? എങ്ങനെ? ആളുകൾക്ക് പിന്നെ അന്തം വേണ്ടേ? ആളുകളുടെ അവസ്ഥ ഇപ്പൊ എന്താ? ആളുകൾ വലിയ മൈക്കൊക്കെ വെച്ചിട്ട് ചറപ്പറ എന്ന് ചറപ്പറ എന്ന് വല്ല പ്രസംഗം നടക്കുകയാണെങ്കിൽ അവിടെ പോയി കേൾക്കും. നല്ല കാര്യത്തിനൊന്നും മനുഷ്യന്മാരിപ്പോ ഇല്ല. മനുഷ്യനങ്ങനത്തെ ബോധ്യമില്ല. മനുഷ്യരൊക്കെ ദുനിയാവിന്റെ പിന്നാലെ ഓടുകയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. 100 കൊല്ലം നിലനിന്ന ഒരു റാത്തീബിൽ നിങ്ങൾ പങ്കെടുക്കണില്ല എന്ന് പറഞ്ഞാൽ അയ്യയ്യേ വളരെ മോശം. 100 കൊല്ലം നിലനിന്ന ഒരു റാത്തീബ് എന്ന് പറഞ്ഞാൽ അതിൽ പങ്കെടുക്കാൻ എത്ര മലക്കുകളുണ്ടാവും? ആ ദിക്റിന്റെ അവസാനം, ആ റാത്തീബിന്റെ അവസാനം ഒരു ദുആ നടക്കും. ആ ദുആക്ക് മലക്കുകൾ ആമീൻ പറയും. അപ്പോൾ ജിന്നുകൾ, സ്വാലിഹീങ്ങളായ ജിന്നുകളും ആമീൻ പറയും. എന്നല്ല അർവാഹുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾ അർവാഹുകളും ഉണ്ടാവും. എന്തുകൊണ്ട്? 100 കൊല്ലം ഒരു ദിക്ർ അല്ലാഹുവിന്റെ തൗഫീഖ് ഇല്ലെങ്കിൽ നിലനിൽക്കുകയില്ല. 100 കൊല്ലം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എത്ര ഈ ദിക്ർ തുടങ്ങുന്ന കാലത്ത് ഇന്ത്യ ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരാ. 1ാം ലോക മഹായുദ്ധം കഴിഞ്ഞു. 2ാം ലോക മഹായുദ്ധം പോലും ആയിട്ടില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യമില്ല തുടങ്ങുന്ന കാലത്ത്. അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയല്ലേ? 100 കൊല്ലല്ലേ? 100 കൂടുതലായി. ചിന്തിക്ക്, നിങ്ങൾ ചിന്തിക്കും മനുഷ്യന്മാരെ, നിങ്ങൾ ചിന്തിക്കേ. ഇതിനെല്ലാം ഇടയിലൊക്കെ ഇവിടെ ഈ ദിക്റിലൊക്കെ കഴിഞ്ഞു പോയ എന്നല്ല അതിന്റെ തുടക്കത്തിൽ ഒരു ഇജാസത്ത് എഴുതിയിട്ടുണ്ട്. ഒരു മഹാന് ഇജാസത്ത് എഴുതിയിട്ടുണ്ട്. ആ അവരൊക്കെ വലിയ ആളുകളായിരിക്കും. സയ്യിദാണ് വളപട്ടണം മാട്ടൂൽ സയ്യിദ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ചില അർവാഹിന് ഭൂമിയിൽ സഞ്ചരിക്കാനുള്ള അവകാശം അല്ലാഹു നൽകുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. അർവാഹുകൾ സഞ്ചരിക്കും, ഭൂമിയിൽ സഞ്ചരിക്കും. അവരോട് ബന്ധമുള്ള മജ്‌ലിസുകൾ എത്തിച്ചേരും. അല്ലാഹു തൗഫീഖ് തരട്ടെ. തനസ്സലുൽ മലായികതു വറൂഹു എന്ന ആയത്തിന്റെ ഒരു തഫ്സീർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സമ്മതം വാങ്ങി അർവാഹുകൾ ആ രാത്രി ഇറങ്ങി വരുമെന്നും തഫ്സീർ ഇല്ലെങ്കിൽ തഫ്സീർ ഞാൻ കാണിക്കും. നിഷേധിക്കാനൊന്നും ഒരാൺകുട്ടിയെ വിടൂല. അപ്പോൾ 100 കൊല്ലം ഒരു റാത്തീബ് ഇവിടെ നടന്നു, അദ്കാറുകൾ നടന്നു എന്നാൽ അതിന്റെ പദവി എത്രേ, മഹത്വം എത്രേ. ആ മജ്‌ലിസിൽ ഒന്നും ഇരുന്നാൽ മതിയല്ലോ. ഖൽബ് ജീവിക്കും. മരിച്ചുപോയ ഖൽബ് ജീവിക്കും.
അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇത്ര നല്ലൊരു സൗകര്യം നിങ്ങൾ നാട്ടിൽ ചെയ്തിട്ട് എന്തുകൊണ്ട് മനുഷ്യരെ ഇതിനെക്കുറിച്ച് വിമോചനം കാണിക്കുന്നു? ഞാൻ അവസാനിപ്പിക്കാം. അതുകൊണ്ട് വളരെ ഗൗരവമായി ഓരോരുത്തരും ഈ കാര്യം ചിന്തിക്കണം. ഇത് വളരെ ഗൗരവമാണ്. ഈ റാത്തീബിന് 11-ാം രാവിന്റെ റാത്തീബിന് നാട് നിറയണം. മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒന്ന് വന്നേക്ക്. 100 കൊല്ലല്ലേ. മമ്പറത്തുണ്ട് ഒരു സ്വലാത്ത്, എല്ലാ വെള്ളിയാഴ്ച രാവിനും ഒരു സ്വലാത്ത്. മലബാറിലെ മഹാത്ഭുതം എന്താണെന്ന് ഒരാൾ എന്നോട് ചോദിച്ചാൽ അത് മമ്പറത്തെ സ്വലാത്താണ്. 200 കൊല്ലായി, 200 ചില്ലാനം കൊല്ലായി. اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه. 200 ചില്ലാനം കൊല്ലായി, 200 ചില്ലാനം കൊല്ലമായി ആഴ്ചയിൽ സ്വലാത്ത്, ആഴ്ചയിൽ സ്വലാത്ത്. അതിനിടയിൽ എന്തൊക്കെ ഉണ്ടായി? സ്വലാത്ത് മുടങ്ങിയില്ല. ബ്രിട്ടീഷുകാർ തിരുരങ്ങാടി പള്ളിക്ക് വെളിവെച്ചു, ആലി മുസ്ലിയാരെ തൂക്കിക്കൊന്നു, ഒന്നുമായിട്ടും സ്വലാത്ത് മുടങ്ങിയില്ല. 200 ചില്ലാനം കൊല്ലായി. ഇതൊക്കെ അല്ലാഹു വിചാരിച്ചിട്ടല്ലാതെ ഇങ്ങനെയൊന്നും നടക്കുകയില്ല. ഇതിന്റെ പിന്നിൽ അല്ലാഹുവിന്റെ ഉദ്ദേശമുണ്ട് എന്ന് മനസ്സിലാക്കണം. അതിൽ പങ്കെടുക്കുന്നവർക്ക് അല്ലാഹുവിന്റെ പൊരുത്തണ്ടാവും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സമയം താമസിച്ചു. ഇത്തരം കാര്യങ്ങളിൽ ഗൗരവമായി ഓരോരുത്തരും ഒരുമിക്കണം. അല്ലാഹു ഈ മാലിന് തന്നൊരു മഹത്വമാണ്. നിങ്ങൾ ഭയങ്കര ഉഷാറാണ്. നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്. ഞാൻ അദ്കാറുകളൊക്കെ നോക്കി അത്ഭുതപ്പെട്ടു പോയി. പ്രധാനപ്പെട്ട ദിക്റുകളാണ് ഇതൊക്കെ. ആ ദിക്റുകളൊക്കെ അതിലൊക്കെ ഒന്ന് പങ്കെടുത്ത് നോക്കിയെന്തോ ദിക്റുകൾ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ മഹത്വം വിളിച്ചോതുന്ന ദിക്റുകളാണ്. തൗബാന്റെ ദിക്റുകളാണ്. ശരീരത്തെയും മനസ്സിനെയും ശുദ്ധിയാക്കുന്ന ദിക്റുകളാണ്. അതിങ്ങനെ കൽബിനെ ശുദ്ധിയാക്കും, വരച്ചൊരച്ച് ശുദ്ധിയാക്കും. അല്ലാഹ്, ഒരു ദിക്റിന്റെ മജ്‌ലിസിൽ നിന്നാൽ അതിന്റെ മഹത്വം എത്രയാണ്. അത് ഇന്നലെയോ ആരും തുടങ്ങിയതല്ല. ഹറാമായ ഒരു മുതൽ കഴിക്കാത്ത മനുഷ്യന്മാര്, ഹഖായ നിലക്ക് ജീവിച്ച മനുഷ്യന്മാര്, പടച്ചതമ്പുരാനെ പേടിച്ച ആളുകൾ, പടച്ചതമ്പുരാനെ പൊരുത്തത്തിൽ കഴിഞ്ഞുകൂടിയിരുന്ന ആളുകൾ, അങ്ങനെയുള്ള മുത്തഖീങ്ങളും സാലിഹീങ്ങളും 100 കൊല്ലത്തിന് മുമ്പ് സ്ഥാപിച്ച ഈ ദിക്ർ വളരെ വലിയൊരു അമലാണ്. അതൊരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അതിന്റെ പിന്നിൽ എല്ലാവരും യോജിച്ച് 11-ാം രാവിന് എന്താണെങ്കിലും, എന്ത് മഴയാണെങ്കിലും വെയിലാണെങ്കിലും ദിക്റിൽ പങ്കെടുക്കണം. അത് നിങ്ങൾക്ക് മതിയാവും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട മഹല്ല് ജമാഅത്ത് കമ്മിറ്റി, മഹല്ല് മദ്രസ, മറ്റു കാര്യങ്ങൾ ഇതെല്ലാം നടത്തിക്കൊണ്ടു പോകുന്നതിന് വാർഷികമായി ഒരു വർഷം നടത്തിക്കൊണ്ടു പോകുന്നതിന് വലിയ ഒരു ചെലവ് കമ്മിറ്റിക്കുണ്ട്. അതിൽ വലിയൊരു പൈസ കുറഞ്ഞ ഒരു വരുമാനം കൊണ്ടാണ് മാസത്തിൽ കിട്ടുക. പിന്നെ ഇങ്ങനെയുള്ള കൊല്ലത്തിലെ ഒരു ഇരുത്തം കൊണ്ടാണ് അത് സ്വരൂപിക്കാൻ കഴിയുക. അത് നിങ്ങൾക്കൊക്കെ അറിയുന്ന സംഗതിയാണ്. അതുകൊണ്ട് എല്ലാ വീട്ടുകാരും അതിനൊന്ന് സഹകരിച്ചാൽ കാര്യം എളുപ്പമുണ്ട്. എല്ലാവരും ഒന്ന് സഹകരിച്ചാൽ മതി. പള്ളി, മദ്രസ ഇതൊക്കെ നടന്നു പോണ്ടേ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായി ഇതിനൊക്കെ സഹകരിക്കണം. ആത്മാർത്ഥമായി സഹകരിക്കണം. അതിൽ 10,000 കൊടുക്കാൻ കഴിയുന്നവൻ 10,000 കൊടുക്കണം, 5,000 കൊടുക്കാൻ കഴിയുന്നവർ 5,000 കൊടുക്കണം. 2,000 എത്ര കുറഞ്ഞവനാണെങ്കിൽ 2,000 രൂപയെങ്കിലും അതിൽ സഹകരിച്ച് മഹല്ലിന്റെ ഒരു കാര്യത്തിലും കമ്മി വരരുത്. അത് ഭംഗിയായി നടന്നു പോകണം. എന്തുകൊണ്ട്? അത് ഖബറിൽ വെച്ചാൽ നമ്മളെ ഹയാത്താക്കുന്ന, അവിടെ നമുക്ക് രക്ഷപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. അല്ലെങ്കിൽ പള്ളി ഇല്ലെങ്കിൽ പിന്നെ ദീനില്ലെങ്കിൽ. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്നപ്പോൾ ആദ്യം ചെയ്തത് പള്ളിയും പാഠശാലയും നിർമ്മിക്കുകയാണ്. പള്ളിയും പാഠശാലയും ഉണ്ടാക്കി മുഹമ്മദ് മുസ്തഫ. പള്ളി തന്നെയായിരുന്നു അക്കാലത്ത് പാഠശാലയും. ചിന്തിക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ കാര്യത്തിലൊക്കെ എല്ലാവരും ഗൗരവമായി കമ്മിറ്റിയെ സഹായിക്കണം എന്നും വളരെ താഴ്മയായി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരെയൊക്കെ കാണുമ്പോൾ, പണ്ഡിതന്മാരെ കാണുമ്പോൾ ദിക്ർ ചെല്ലാൻ എന്തെങ്കിലും ഒരു ദിക്ർ എല്ലാവരും സ്വീകരിക്കണം. എന്തെങ്കിലും ഒരു ദിക്ർ വാങ്ങണം. എന്തെങ്കിലും ഒരു ദിക്ർ വാങ്ങി ദിക്ർ എന്തെങ്കിലും ഒരു ദിക്ർ ഒരു ദിവസം ഒരു 100 വട്ടമെങ്കിലും അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് 100 വട്ടം ചൊല്ലിയാൽ എന്താ ഗുണം? ഒരുപാട് ഗുണങ്ങളാണ്. ഇസ്തിഗ്ഫാറിന്റെ മേലൊരാൾ പിടിച്ചുകൂടിയാൽ അത് അവന്റെ എല്ലാ ഹമ്മുകളും മശക്കത്തുകളും പ്രയാസങ്ങളും മനസ്സിൽ നീങ്ങിപ്പോകും. ബുദ്ധിമുട്ട് ഒഴിവായി പോകും. സന്തോഷം കടന്നു വരും.
അവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലായിരിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഏത് തിരക്കാണെങ്കിലും എന്ത് പ്രയാസമാണെങ്കിലും 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് ചൊല്ലാത്ത ഒരു ദിവസം ഹബീബായ മുഹമ്മദ് മുസ്തഫ അവർക്ക് ഇല്ല തന്നെ. പിന്നെ അതേപോലെ തന്നെ ലാ ഇലാഹ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇതെപ്പോഴും ചെല്ലണ്ടേ. കാരണം ഏത് നേരവും വരും സയ്യിദുനാ അസ്റായീൽ. പിന്നെ എന്താ അപ്പൊ തപ്പി പിടിക്കണ്ടല്ലോ. ഇതേലും നമ്മൾ ചെല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് പേടിക്കണ്ട. രാവിലെ ഒരു 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വൈകുന്നേരം ഒരു 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇങ്ങനെ പിന്നെ ഒരു 1000 സ്വലാത്തിൽ ഒരു ചൊല്ല്. 1000 സ്വലാത്ത് ചെല്ലാൻ 100 സ്വലാത്തിലാണ് 5 മിനിറ്റ്. 1000 സ്വലാത്തിലാണ് 50 മിനിറ്റ് മതി. من صلى علي كل يوم 1000 مرة حرم الله جسده على النار. 1000 സ്വലാത്ത് ഒരാൾ പതിവായി ചൊല്ലിയാൽ അവന്റെ ശരീരം നരകത്തിന്റെ മേൽ ഹറാമാണെന്ന് മുഹമ്മദ് മുസ്തഫ. 1000 സ്വലാത്ത് ദിവസം ചൊല്ലിയാൽ നരകം അവൻ ഹറാമാണ്, പിന്നെ നരകത്തിൽ കിടക്കൂല. എല്ലാ ദിവസവും 1000 സ്വലാത്ത്. 100 സ്വലാത്തിന് 5 മിനിറ്റ് മതി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 5 മിനിറ്റ് 100 സ്വലാത്ത്. അപ്പോൾ 1000 സ്വലാത്തിന് 50 മിനിറ്റ് മതി, 1 മണിക്കൂർ വേണ്ട. അത് ശ്രദ്ധിച്ചാൽ ഒരുപാട് നിഅമത്ത് ലഭിക്കും. ദുആക്ക് ഇജാബത്ത് ഉണ്ടാവും. അതിന്റെ പുറമെ മരിച്ചാൽ അവൻ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കുകയില്ല. കാരണം സ്വലാത്ത് 1000 വട്ടം ദിവസം ദായിമാക്കിയ ആൾക്ക് നരകം ഹറാമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.